നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 27 വ്യാഴാഴ്ചയാണ്. മന്ത്ലി എക്സ്പയറി കൂടിയാണ് ഇന്ന്. നിഫ്റ്റി ഇന്നലെ 7 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ഈ ഒരു ഇടിവിന്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മാർച്ച് മാസത്തിൽ ആദ്യത്തെ ആഴ്ച 22,000-ന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്തത്. അതിനുശേഷം 8% മുകളിലുള്ള ഒരു റിക്കവറിയാണ് കേവലം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയായിരിക്കാം ഇത്. ഇതുകൂടാതെ റെസിപ്രോക്കൽ താരിഫുകൾ ഏപ്രിൽ 2 മുതലാണ് US ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യൻ എക്കോണമിയിലെ എക്സ്പോർട്ടുകളെ കാര്യമായി തന്നെ ബാധിക്കും എന്ന് ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ഇപ്പോൾ ഓയിൽ ട്രേഡ് ചെയ്യുന്നത് $73 മുകളിലായിട്ടാണ്. ഉയർന്ന ഓയിൽ പ്രൈസുകൾ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. കൂടാതെ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് 100-200 ഡേ EMA-കൾക്ക് താഴെയായിട്ടാണ്. ഇനി പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. വാൾസ്ട്രീറ്റിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ഇടിയുകയുണ്ടായി. പ്രധാനമായും ടെസ്ലയും എൻവിദയുമാണ് കാര്യമായി ഇടിവ് രേഖപ്പെടുത്തിയത്. ഇന്നലത്തെ US മാർക്കറ്റിന്റെ ഇടിവിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപ് തന്നെയായിരുന്നു. വ്യാപാര യുദ്ധം വിപുലീകരിച്ച് കാർ താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് അതിനായി ഒരു പ്രസ് കോൺഫറൻസ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 വിളിച്ചിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് US-ൽ നിർമ്മിക്കാത്ത എല്ലാ കാറുകൾക്കും 25% താരിഫും US-ൽ നിർമ്മിക്കുന്ന കാറുകൾക്ക് താരിഫ് ഇല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓട്ടോ സ്റ്റോക്കുകൾ അവിടെ ഇടിഞ്ഞു. ടെസ്ല 5.6%, ജർമ്മൻ മോട്ടോഴ്സ്, സ്റ്റെലന്റിസ് തുടങ്ങിയ ഓട്ടോ സ്റ്റോക്കുകൾ ഏകദേശം 3%-ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. ഏതായാലും നമ്മുടെ മാർക്കറ്റിലും ഇന്ന് ഓട്ടോ സ്റ്റോക്കുകൾ ഫോക്കസിലുണ്ടായിരിക്കും. ഏതായാലും കാര്യങ്ങൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും നെഗറ്റീവിൽ തന്നെയായിരുന്നു. ഇൻഫോസിസ് 0.90% ഇടിഞ്ഞു. വിപ്രോ 1%-ന് മുകളിൽ ഇടിഞ്ഞു. ICICI ബാങ്ക് 0.35%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ HDFC ബാങ്ക് ചെറിയ ഒരു മൈന്യൂട്ട് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1%-ന് മുകളിൽ ഇടിഞ്ഞു. വെള്ളിയാഴ്ചയാണ് US-ൽ നിന്നും PCE ഡാറ്റ പുറത്തു വരാനുള്ളത്. പ്രധാനപ്പെട്ടതാണ്. ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണി നോക്കിയാൽ മിക്സഡ് ആയിരുന്നു. ഓട്ടോ സെക്ടർ അവിടെ ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 65,560 രൂപയാണ്. ഇനി വെറും 799 രൂപയ്ക്ക് ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം 80,000 കോടി രൂപയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്ക് ഇന്ത്യ അംഗീകാരം നൽകി. SCCAയുടെ സൈറ്റ് സ്കീം ട്രാൻജെ 2-ന് കീഴിൽ ഹരിത ഹൈഡ്രജൻ ഉൽപാദന പദ്ധതിക്കായി 9 കമ്പനികളാണ് ബിഡുകൾ നേടിയത്. ഇനി ബിഡുകൾ നേടിയ കമ്പനികൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഗ്രീൻ ഹൈഡ്രജൻ, L&T ഗ്രീൻ എനർജി ടെക്, വാരി ക്ലീൻ എനർജി സൊല്യൂഷൻസ്, ഗ്രീൻ അമോണിയ, ഗ്രീൻ ഇൻഫ്രാ റിന്യൂവബിൾ എനർജി ഫാമുകൾ തുടങ്ങിയവയാണ്. ഏറ്റവും ഉയർന്ന വാർഷിക ഉൽപാദന ശേഷി 90,000 MT നൽകിയത് L&T എനർജി, ഗ്രീൻ ഇൻഫ്രാ റിന്യൂവബിൾ എനർജി ഫാമുകൾ, വാരി ക്ലീൻ എനർജി സൊല്യൂഷൻസ്, ഗ്രീൻ അമോണിയ തുടങ്ങിയവയാണ്. ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ മേഖല ശക്തിപ്പെടുത്തുന്നു, ആഭ്യന്തര ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, സ്വകാര്യ മേഖലയിലെ നിക്ഷേപം ആകർഷകമാക്കുന്നു എന്നിവയാണ് സർക്കാരിന്റെ ഉദ്ദേശമായി വരുന്നത്. ഏതായാലും ഈ പറഞ്ഞ കമ്പനികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം മാക്സ് ഫിനാൻഷ്യൽ സർവീസസ്. മാക്സ് വെഞ്ചേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സ് ബ്ലോക്ക് ഡീലിലൂടെ മാക്സ് ഫിനാൻഷ്യൽസിന്റെ 1.59% വരെ ഓഹരികൾ 1117.16 എന്ന ഫ്ലോർ പ്രൈസിൽ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV 18 റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തത് മഹീന്ദ്ര EPC ഇറിഗേഷൻ ആണ്. ഏപ്രിൽ 17-ന് കമ്പനിയുടെ Q4 റിസൾട്ടുകൾ പ്രഖ്യാപിക്കും. അടുത്തത് വിപ്രോയാണ്. UK-യിലെ ഏറ്റവും വലിയ റിട്ടയർമെന്റ് ആൻഡ് സേവിംഗ് സ്ഥാപനമായ ഫീനിക്സ് ഗ്രൂപ്പുമായി കമ്പനി 500 മില്യൺ പൗണ്ടിന്റെ 10 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടു. മറ്റൊരു കമ്പനി JB കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ടൗ ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സ് PTE കമ്പനിയിലെ 10.2% ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീൽ വഴി വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV 18 റിപ്പോർട്ട് ചെയ്യുന്നു. കമ്പനിയെ സംബന്ധിച്ച് ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അടുത്തത് TVS സപ്ലൈ ചെയിൻ ആണ്. UK, സിംഗപ്പൂർ, USA എന്നിവിടങ്ങളിലെ 3 വിദേശ അനുബന്ധ സ്ഥാപനങ്ങളുമായി 250 കോടി രൂപ വരെ കമ്പനി നിക്ഷേപിക്കും. അടുത്തത് ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനിയാണ്. കമ്പനി അതിൻ്റെ നെതർലാൻഡ്സിലെ അനുബന്ധ സ്ഥാപനമായ IHOCO BVയിൽ $9 ദശലക്ഷം നിക്ഷേപിച്ചു. അടുത്തത് ഭാരത് ഫോർജ് ആണ്. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഭാരത് ഫോർജിന് 6,900 രൂപയുടെ പുതിയൊരു കരാർ ലഭിച്ചിരിക്കുന്നു.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ഒത്തിരിയേറെ സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകാറുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം മെമ്പേഴ്സിന് മാത്രമായിട്ട് നമ്മൾ നൽകാറുമുണ്ട്. ഇപ്പോൾ തന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ബോണസ് ഇഷ്യൂ പരിഗണിക്കുന്നതിനായി മാർച്ച് 30-ന് BSE ബോർഡ് യോഗം ചേരും. അടുത്തത് MSTC ആണ്. ഇൻട്രിം ഡിവിഡൻഡായി ₹4.50 കമ്പനി ഫിനാൻഷ്യൽ ഇയർ 2024-25 വർഷത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെയും FIS ബൈയിങ്ങിൽ തന്നെയായിരുന്നു. 2241 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIS ആവട്ടെ 696 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. ഇതോടെ FIS തുടർച്ചയായ 5ാമത്തെ ദിവസവും ബൈയിങ്ങിൽ തന്നെയാണ്. ഏകദേശം 21,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ക്യാഷ് മാർക്കറ്റിൽ FIS ബൈ ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് റെസിപ്രോക്കൽ താരിഫുകൾ ഏപ്രിൽ 2 മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഓട്ടോ താരിഫിന് ശേഷം ഇടിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% മുകളിൽ ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.48% ഇടിവിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,498 എന്ന നിലയിൽ 31 പോയിന്റ്സ് ഡൗൺ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. അസംസ്കൃത എണ്ണയും ഇന്ധനത്തിന്റെ ശേഖരവും കുറഞ്ഞതായി US ഡാറ്റ കാണിച്ചതിനാൽ ബുധനാഴ്ച എണ്ണവില 1% മുകളിൽ നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $73.17 പെർ ബാരൽ എന്ന നിലയിൽ 0.26% ഇടിവിലാണ്. WTI ഉള്ളത് $69.78 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 23,487-ൽ 182 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 100-200 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതോടെ തുടർച്ചയായ 7 ദിവസത്തെ നേട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ് നിഫ്റ്റി. ഇനിയും നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ ഒരുപക്ഷെ 23,200 മുതൽ 23,000 വരെയുള്ള ലെവലിലേക്കൊക്കെ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള സോൺ ആവാനും സാധ്യതയുണ്ട്. കാരണം ഡൗൺ സൈഡിൽ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടിയുണ്ട്. അതുകൊണ്ട് ഡൗൺ സൈഡിൽ ഈ 23,200 മുതൽ 23,000 വരെയുള്ള സോൺ ക്രൂഷ്യലാവാൻ സാധ്യതയുണ്ട്. ഏതായാലും തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞിരുന്നു 23,800, അതായത് ഫെബ്രുവരി മാസത്തെ ഹൈ കൂടിയാണത്. അതുകൊണ്ട് അവിടെ നിന്നും ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ഒരു പുൾ ബാക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി 23,800 ക്രോസ് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഹേർഡിലാവാൻ സാധ്യതയുള്ളത്. കൂടാതെ 23,870 ചൊവ്വാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള ഒരു ലെവലുള്ളത്. അപ്പോൾ ഇതും ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും ഒരു ഹേർഡിൽ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,100 സ്ട്രൈക്ക്, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,300 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,300-ഉമാണ്. ഇനി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 23,450 സ്ട്രൈക്കിൽ 71% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 77% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഏറെക്കുറെ ഈക്വൽ ആയിട്ടാണ് അവിടെ കാണുന്നത്. 23,400 സ്ട്രൈക്കിൽ 28% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ വെറും 3% മാത്രം വർധനമാണുള്ളത്, ഒരു വളരെ ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. 23,500 സ്ട്രൈക്കിൽ 2% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. എന്നാൽ കോൾ സൈഡ് കുറച്ചുകൂടി ശക്തമാണ്, 113% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്ക് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ശക്തമായിട്ടുള്ളത് 23,450 സ്ട്രൈക്കിലും 23,500 സ്ട്രൈക്കിലുമാണ്. കുറച്ചുകൂടി ശക്തമായിട്ടുള്ള 23,500-ൽ തന്നെയാണ്. ഇനി പുട്ട് സൈഡ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളത് 23,400 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 399 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 51,209-ലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫോം ആയിരിക്കുന്നത് ഒരു ബീറിഷ് കാൻഡിൽ തന്നെയാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബീറിഷ് കാൻഡിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയത്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ ഇനി ഒരുപാട് സപ്പോർട്ടുകളുണ്ട്.
50,500 പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 49,740 ലെവലിൽ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടുമുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തിരിയും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000 ആണ്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 50,000 സ്ട്രൈക്ക്, അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.47 എന്ന നിലയിൽ 1.21% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്.